PM സ്വനിധി ഗുണഭോക്താക്കൾക്ക് അനുമോദനവും പിന്തുണയും ഉറപ്പാക്കാൻ പൊന്നാനി നഗരസഭ. കല്യാൺ മേള ജൂലൈ 15 നടക്കും. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. PM സ്വനിധി പദ്ധതിയുടെ ഭാഗമായി വായ്പ കൃത്യമായി തിരിച്ചടച്ച ഗുണഭോക്താക്കളെ അനുമോദിക്കുകയും തിരിച്ചടവിൽ വീഴ്ച സംഭവിച്ചവർക്ക് കൈത്താങ്ങൊരുക്കുകയും ചെയ്യുന്ന പ്രത്യേക പരിപാടിക്ക് വേദിയൊരുക്കുകയാണ് പൊന്നാനി നഗരസഭ. സംസ്ഥാന തലത്തിൽ തന്നെ കൂടുതൽ PM സ്വനിധി വായ്പകൾ ലഭ്യമാക്കിയ നഗരസഭയാണ് പൊന്നാനി. പൊന്നാനിയിൽ പ്രവർത്തിക്കുന്ന മികച്ച ബാങ്കുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജൂലൈ 15 നഗരസഭാ കൗൺസിൽ ഹാളിലും കോൺഫറൻസ് ഹാളിലുമായി PM സ്വനിധി കല്യാൺ മേള എന്ന പേരിലാണ് പരിപാടി. പൊന്നാനി നഗരസഭാ പരിധിയിൽ കച്ചവടം ചെയ്യുന്ന തെരുവ് കച്ചവടക്കാർക്കും അസംഘടിത സംരംഭകർക്കും കാലതാമസം നേരിടാതെ വായ്പ ലഭ്യമാക്കുന്നതിനാണ് നഗരസഭയുടെ പ്രത്യേക പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. മുൻകാലങ്ങളിൽ കൃത്യമായി തിരിച്ചടച്ച അർഹരായ ഗുണഭോക്താക്കൾക്ക് PMJJBY ലൈഫ് ഇൻഷുറൻസ്, PMSBY അപകട ഇൻഷുറൻസ്, PM ശ്രംയോഗി മാൻധൻ യോജനയിലൂടെ 40 വയസ്സ് വരെയുള്ളവർക്ക് 3000 രൂപ വരെ പങ്കാളിത്ത പെൻഷൻ, 50,000 രൂപ വരെ ക്രെഡിറ്റ് കാർഡ് സൗകര്യം തുടങ്ങി 8ഓളം സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ ചേരാനും അവസരമുണ്ട്. കൃത്യമായി തിരിച്ചടയ്ക്കുന്നതും അതുപോലെ തന്നെ ഡിജിറ്റൽ പണമിടപാടുകൾ ചെയ്യുന്ന ആളുകൾക്ക് 7% സബ്സിഡി തുക അനുവദിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളായിട്ടുള്ള 8ഓളം സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ ഉൾച്ചേരുന്നതിനുള്ള ഒരു അവസരവും കൊടുക്കുന്നുണ്ട്. 3 ഘട്ടത്തിലും വായ്പ കൃത്യമായി അടയ്ക്കുന്ന ആളുകൾക്ക് 50,000 രൂപ വരെ ഒരു ക്രെഡിറ്റ് കാർഡ് സൗകര്യവും ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. പ്രധാനമായും പ്രവർത്തന മൂലധനം നൽകി ഏറ്റവും സാധാരണക്കാരായ ആളുകളെ ഈ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കൃത്യമായ രീതിയിൽ കൈത്താങ്ങ് കൊടുക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് പ്രധാനമായും ലക്ഷ്യമാക്കുന്നത്. തെരുവ് കച്ചവടക്കാരെയും കുടുംബശ്രീ സംരംഭകരെയും ഔപചാരിക ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവന്ന ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുകയും കൂടുതൽ പേർക്ക് സ്വനിധി വായ്പ ലഭ്യമാക്കി ജീവിത നിലവാരം ഉയർത്തുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതിനായി വിവിധ സാഹചര്യങ്ങളാൽ തിരിച്ചടവ് ബുദ്ധിമുട്ട് നേരിടുന്നവർക്ക് കൗൺസിലിംഗ്, മാർഗനിർദ്ദേശം, ബാങ്കുകളുമായി ഏകോപനം എന്നിവയിലൂടെ വീണ്ടും തിരിച്ചടവ് ക്രമത്തിലാക്കാനുള്ള പിന്തുണയും നഗരസഭ ഉറപ്പാക്കും. ആലോചനാ യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ CV സുധ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ CP സക്കീർ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഹസീന, റീന പ്രകാശൻ, ഷനിൽ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺമാരായ M ധന്യ, ആയിഷ B, നഗരസഭാ സെക്രട്ടറി S സജിറൂൺ, മിഷൻ മാനേജർ PK സുനിൽ, വിവിധ ബാങ്കുകളിൽ നിന്നുള്ള മാനേജർമാരായ അബ്ദുൾ സുഹൈൽ, മനോജ് ജോസഫ്, M സുജ, KP സഫീർ, M സൂര്യ, ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലർമാർ, PM സ്വനിധി സബ് യൂസർമാർ എന്നിവർ പങ്കെടുത്തു. അസംഘടിത മേഖലയിലുള്ള സംരംഭകരെയും തെരുവ് കച്ചവടക്കാരെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് PM സ്വനിധി പദ്ധതി. പദ്ധതി ആരംഭിക്കുന്നതിനുള്ള ആവശ്യമായ മൂലധനം നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. ഇതിൽ വായ്പ എടുത്ത് കൃത്യമായി തിരിച്ചടച്ചവർക്ക് വലിയ രീതിയിലുള്ള പിന്തുണയാണ് പൊന്നാനി നഗരസഭയും ബാങ്കുകളും ചെയ്തു വരുന്നത്. ഇത്തരത്തിൽ കേരളത്തിലെ മുനിസിപ്പാലിറ്റികൾക്കകത്ത് ഏറ്റവും കൂടുതൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു മുനിസിപ്പാലിറ്റിയാണ് പൊന്നാനി മുനിസിപ്പാലിറ്റി. അതിൻ്റെ ഭാഗമായി PM സ്വനിധി കല്യാണമേള 15-ാം തീയതി മറ്റന്നാൾ വളരെ വിപുലമായ രീതിയിലാണ് പൊന്നാനി നഗരസഭ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ ഇതിൽ വായ്പ എടുത്ത് അടവ് തെറ്റിക്കെടുക്കുന്ന സാധാരണക്കാരെ സഹായിച്ചുകൊണ്ട് അവരെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു കൈത്താങ്ങ് പരിപാടിയും ഞങ്ങളിതിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. കുടുംബശ്രീ മേഖലയിൽ ഒട്ടനവധി സ്ത്രീകൾ വീട്ടിനകത്ത് സംരംഭങ്ങൾ ചെയ്യുന്നവരുണ്ട്. അത്തരത്തിലുള്ള നമ്മുടെ അയൽക്കൂട്ട അംഗങ്ങൾക്ക് കൂടി വളരെ ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയാണിത്. അത്തരത്തിൽ സംരംഭങ്ങൾ നടത്തുന്ന എല്ലാ സ്ത്രീകളെയും അയൽക്കൂട്ട അംഗങ്ങളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.